നമസ്കാരം. പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ. വീറും വാശിയും ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന പോരാട്ടങ്ങൾ. ചെറിയ ടീമെന്ന് ലേബൽ ചെയ്തവരുടെ ചെറുത്തുനിൽപ്പുകളും പോരാട്ടങ്ങളും ത്രില്ലടിപ്പിച്ച കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ പല മത്സരങ്ങളിലായി നമ്മൾ കണ്ടത്. അങ്ങനെ വമ്പന്മാർക്കെതിരെ പ്രീ ക്വാർട്ടറിൽ മികച്ച പ്രതിരോധം തീർത്ത് പരഗ്വേ കളിക്കളം വിട്ടിരിക്കുന്നു ഫ്രാൻസ് ക്വാർട്ടറിലേക്ക്. നിരവധി വാർത്തകളുള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാഗ്വയെ തോൽപ്പിച്ച് ഫ്രാൻസ് 4ാം തവണയും ക്വാർട്ടറിൽ. ഫ്രഞ്ച് പടയുടെ ജയം എംബാപ്പയുടെ പെനാൽറ്റി ഗോളിൽ. ക്വാർട്ടറിൽ നേരിടുക മൊറോക്കോയെ. ഗോൾ വേട്ടയിൽ മെസ്സിക്കൊപ്പം എംബാപ്പെ. നാളെ പുലർച്ചെ 1:30 മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ നോർവേയെ നേരിടും. 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോ പോരാട്ടം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലെ സർക്കാർ അനുമതി പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം. അടുത്ത മന്ത്രിസഭ വിഴിഞ്ഞം ഓഹരി ചർച്ച ചെയ്യും. പ്രതിപക്ഷം അദാനി VD ഡീൽ ആരോപണം ശക്തമാക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ തുടർ നടപടി നിർണായകം. മധ്യകേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ തീരദേശ മേഖലയിൽ കടലാക്രമണത്തിനും സാധ്യത. കാലാവസ്ഥാ വ്യതിയാനവും തീരശോഷണവും കാരണം കുട്ടനാട്ടിൽ നെൽകൃഷിയുടെ വിളവിൽ ഗണ്യമായ കുറവെന്ന് കൃഷിവകുപ്പിന്റെ പഠന റിപ്പോർട്ട്. ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ-ഇ-തയ്ബയിലെ കൊടും ഭീകരനും പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരകരിൽ പ്രമുഖനുമായ സാക്കിർ അഹമ്മദ് ഖനിയും. കൊല്ലപ്പെട്ട ലത്തീഫ് ഭട്ടും ലഷ്കർ-ഇ-തയ്ബയിലെ ഉന്നതാംഗം. പത്തനംതിട്ടയിൽ സഹപാഠികൾ പീഡിപ്പിച്ചുവെന്ന 13-കാരിയുടെ മൊഴി വ്യാജമെന്ന് പോലീസ്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലെന്ന് വൈദ്യപരിശോധനാ ഫലം. പെൺകുട്ടിക്ക് മർദ്ദനമേറ്റിട്ടില്ല. ചോദ്യം ചെയ്തവരെ വിട്ടയച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആദരാഞ്ജലി അർപ്പിച്ച ജനങ്ങൾ. ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒരുമിച്ച് കൂടുമ്പോൾ അവരെ ഇല്ലാതാക്കാൻ എളുപ്പമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം വിവാദത്തിൽ. പരഗ്വയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ഫ്രാൻസ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. 70ാം മിനിറ്റിൽ കിലിയൻ എംബാപ്പയാണ് പെനൽറ്റിയിലൂടെ ഫ്രാൻസിന്റെ വിജയ ഗോൾ നേടിയത്. ഡുവേ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനൽറ്റി എംബാപ്പെ ഗോളാക്കി മാറ്റുകയായിരുന്നു. ഈ ഗോളോടെ 7 ഗോളുമായി ഗോൾ വേട്ടയിൽ എംബാപ്പെ മെസ്സിക്കൊപ്പം എത്തി. 5 പ്രതിരോധക്കാരെ അണിനിരത്തിയിറങ്ങിയ പരാഗ്വെ ഫ്രാൻസിന് ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തിയത്. പരാഗ്വെ ഗോളി ഒർലാൻഡോ ഗിൽ മികച്ച സേവുകളുമായി കളം നിറഞ്ഞു. 23 ഫൗളുകൾ കണ്ട മത്സരത്തിൽ ഫ്രാൻസിന്റെ 3 താരങ്ങൾക്ക് യെല്ലോ കാർഡും ലഭിച്ചു. ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയാണ് ഫ്രാൻസിന്റെ എതിരാളി. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ 10-ാം തീയതി മുതൽ ആണ് മത്സരം. പരാഗ്വയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി ഫ്രാൻസ് ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിപ്പിച്ചതിന്റെ ആവേശം നമ്മൾ പലയിടത്തും കാണുകയുണ്ടായി. കരുത്തരായ ഫ്രാൻസിനെ ഒരു ഗോളിൽ നിർത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പരാഗ്വെ. അതേസമയം ശക്തമായ പ്രതിരോധത്തിലും ടീം വിജയിച്ചതിന്റെ ആവേശത്തിലാണ് ഫ്രാൻസ് ആരാധകർ. കൊച്ചിയിൽ നിന്നും KK പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വാശിയേറിയ പോരാട്ടമായിരുന്നു ഫ്രാൻസും പരാഗ്വയും തമ്മിൽ. ആരാധകർ ഒരുപക്ഷെ നേരത്തെ അർജന്റീനയുടെ കളി പോലെ തന്നെ നെഞ്ചിടിപ്പോടെ കണ്ടൊരു കളിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഫ്രാൻസിന്റെ ആധിപത്യമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിൽ പരാഗ്വെ ശക്തമായ പ്രതിരോധം തീർക്കുന്നത് കാഴ്ച കൂടി നമ്മൾ കണ്ടു. 70ാം മിനിറ്റിൽ എംബാപ്പയാണ് പരാഗ്വയ്ക്കെതിരെ ഫ്രാൻസിന്റെ വിജയ ഗോൾ നേടിയത്. ആ പെനാൽറ്റിയിൽ തന്നെ നിന്നുകൊണ്ട് അവസാന നിമിഷം വരെ ഫ്രാൻസ് പൊരുതി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ശക്തമായ പ്രതിരോധം, ആ പ്രതിരോധം തന്നെ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ ഫ്രാൻസിന്റെ കളിയുടെ സ്പീഡ് നമുക്കറിയാം. വളരെ വേഗത്തിൽ കളി കൊണ്ടുപോവുകയും കൃത്യമായി മൈനസ് പാസുകൾ നേടിയെടുക്കുകയും ചെയ്യുന്ന ഫ്രാൻസ്. അതിനോടൊപ്പം നിൽക്കാൻ പരാഗ്വയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ ഫ്രാൻസിന്റെ തന്നെ ആരാധകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവർ ഡിഫൻസ് കളിക്കും. നമുക്കറിയാമായിരുന്നു 5-4-1 ഡിഫൻസിലാണ് നിൽക്കുന്നത്. ഇതിലും നല്ല വിജയമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ അവർ ഇത്തിരി ഇഞ്ചുറി ആയിട്ട് പരിക്കൻ കളിയാണ് ഇത്തിരി കളിച്ചത്. എന്തായാലും നമ്മൾ വിജയിച്ചതിന് സന്തോഷമുണ്ട്. കുറച്ചും കൂടിയും ബെറ്റർ ആക്കായിരുന്നു. കാരണം പക്ഷേ ഡിഫൻസ് ആയതുകൊണ്ട് നമുക്ക് അധികം ആ രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടണുണ്ടായില്ല. അവർ നല്ല ഡിഫൻഡായിരുന്നു. അത് കാരണം ഇവർ കുറേ കഷ്ടപ്പെട്ട് ശരിക്കും പറയണ്ടേ. അവസാനം ഒരു കബഡി കളി പോലെ ആയിപ്പോയി, അത്രേ ഉള്ളൂ. ഒരു ഭയങ്കര അറ്റാക്കിംഗ് ടീമാണല്ലോ. പക്ഷേ ഇത്രയും നല്ല ഡിഫൻസ് വന്നതിനാലേ ഒരുപാട് ഗോൾ അടിക്കാൻ പറ്റില്ലാതെ മനസ്സിലായില്ലേ. ഞാൻ അർജന്റീനയുടെ ആളാണ്.
ഞങ്ങൾ കേബർദയുടെ കളി ഞങ്ങളെ കുറേ കളിയാക്കിയത് വരും. ഇപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഡിഫൻസിൽ നിൽക്കണവരാ നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പെനാൽറ്റി ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് എക്സ്ട്രാ ടൈമിൽ പോയി ചിലപ്പോൾ പെനാൽറ്റി ആയിട്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ശക്തമായ മുൻനിരണ്ടായിട്ട് കാര്യമില്ല. ഡിഫൻസീവിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ കഷ്ടപ്പെടും. കബഡി കളി പോലെ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത്. ജർമ്മനീനെ തോപ്പിച്ചപ്പോൾ ഇവര് ഷോഗൻ ടീം തോപ്പിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറെ ഹരാസ് ചെയ്തതാണ് ഇവരൊക്കെ. ഇപ്പൊ മനസ്സിലായി ടീം ഒരാളെയും ചെറുതായി കാണാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലായിരുന്നു. ഒന്ന് പരിക്കൻ കളിയായിരുന്നു, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആദ്യ മിനിറ്റ് മുതൽ ഇങ്ങോട്ട് പരസ്പരം പോരടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. റഫറിയുടെ കൃത്യമായ ഇടപെടലിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെ യെല്ലോ കാർഡുകൾ കൂടി കണ്ട ഒരു മത്സരം, കൂടുതൽ യെല്ലോ കാർഡുകൾ കൂടി കണ്ട ഒരു മത്സരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ മത്സരത്തോടെ എംബാപ്പെ മെസ്സിക്കൊപ്പം 7 ഗോളുമായി ഗോൾ വേട്ടയിൽ ഒപ്പമെത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ പരാഗ്വയുടെ പ്രതിരോധം അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പരാഗ്വയുടെ പ്രതിരോധം വളരെ കൃത്യമായി തന്നെ ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങളെ പൂട്ടി എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്, ഡെംബലെ ഭംഗിയതും ഫ്രാൻസിന്റെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ഒരു പിന്നോട്ട് പോക്കിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡെംബലെ പിന്നീട് ഫ്രാൻസിന് പിൻവലിക്കേണ്ടി വന്നത്. ഡെംബലെ അതാ കളിയുടെ ഒരു മുന്നേറ്റത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് എംബാപ്പയും ഡെംബലയും തമ്മിലുള്ള കളി ഒരു കോമ്പിനേഷൻ തന്നെയാണ്. ആ കോമ്പിനേഷനിൽ ചെറിയൊരു കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതൊരു പക്ഷേ അടുത്ത കളിയോടെ മാറ്റിയെടുക്കാൻ തന്നെയായിരിക്കും ഫ്രാൻസിന്റെ ശ്രമം. അതിനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും കൃത്യമായി ഒരു സന്ദേശം ഫ്രാൻസിന് നൽകാൻ അത്ര എളുപ്പമാകില്ല ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള കളികൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിശക്തമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഈ റൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഫ്രാൻസിന് മുന്നിൽ വലിയ വെല്ലുവിളി പരാഗ്വയ്ക്ക് തീർക്കാൻ കഴിഞ്ഞെങ്കിലും ആ വെല്ലുവിളി മറികടന്ന ഫ്രാൻസ് മുന്നോട്ട് തന്നെയാണ്. കഴിഞ്ഞ തവണ ഫൈനൽ കളിച്ച ടീമാണ്. ഇത്തവണ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഫ്രാൻസിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഏത് തരത്തിലുള്ള പ്രതിരോധത്തെ മറികടക്കാൻ കഴിയുന്ന എംബാപ്പെ എന്ന കുന്തമുന, ഒപ്പം തന്നെ ഡെംബലെ, അങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നം, അവരുടെ ഒരു വലിയ പോരാട്ടം തന്നെയാണ് ഈ കളിയിലാകെ തന്നെ കാണാൻ കഴിഞ്ഞത്. ക്യാമറമാൻ CS ബൈജുനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30 മുതലാണ്. മുമ്പ് ഇരു ടീമുകളും 4 തവണ ഏറ്റുമുട്ടിയപ്പോഴും മഞ്ഞപ്പടയ്ക്ക് ജയിക്കാനായിട്ടില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. 2 നോർവേ ജയിച്ചപ്പോൾ 2 സമനിലയിലായിരുന്നു. അതേസമയം മറ്റൊരു മത്സരത്തിൽ രാവിലെ 5:30 മുതൽ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടും. മികച്ച പ്രകടനത്തോടെയാണ് എല്ലാ ടീമുകളും റൗണ്ട് ഓഫ് 32 കടന്നെത്തിയത്. ഇനി പ്രീ ക്വാർട്ടർ, അതായത് റൗണ്ട് 60 ഏത് വമ്പന്മാർക്കും കടുക്കും. ബ്രസീലിന് വെല്ലുവിളി ഉയർത്തിയാണ് പ്രീ ക്വാർട്ടറിൽ നോർവേ ഇറങ്ങുന്നത്. ഇത്തവണയും നോർവേ ടീമിനെ നിസ്സാരമായി കാണാൻ മഞ്ഞപ്പടയ്ക്കാകില്ല. കാരണം 1998 ലോകകപ്പിലെ പ്രാഥമിക റൗണ്ടിലെ തോൽവിയാണ് അന്ന് 2-1 കരുത്തരായ ബ്രസീലിനെ തോൽപ്പിച്ചത്. നോർവേ ചരിത്രത്തിൽ ഇടം നേടി. മറ്റൊന്ന്, ബ്രസീലിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കൽ പോലും പരാജയപ്പെടുത്താൻ കഴിയാത്ത ടീമാണ് നോർവേ. ഇരു ടീമും 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2ലും നോർവേ ജയിച്ചപ്പോൾ 2 സമനിലയിലായി. ഇത്തവണ ഗ്രൂപ്പ് ജേതാക്കളായാണ് ബ്രസീൽ റൗണ്ട് ഓഫ് 32 യോഗ്യത നേടിയിരുന്നത്. അവിടെ നിന്ന് നോക്കൌട്ടിൽ ജപ്പാനുമായുള്ള കടുത്ത പോരാട്ടത്തിനൊടുവിലായിരുന്നു കാനറികളുടെ പ്രീ ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം. ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ ആദ്യ ഗോൾ ജപ്പാൻ നേടിയതിന് പിന്നാലെയായിരുന്നു ഏറെ ആരാധകരുള്ള ബ്രസീലിന്റെ തിരിച്ചുവരവ്. ആദ്യ പകുതി ജപ്പാൻ നേടിയ 1 ഗോളിൽ അവസാനിച്ചെങ്കിലും 2ാം പകുതിയിൽ 2 മടക്കി നൽകിക്കൊണ്ട് ബ്രസീൽ കളിയിൽ മടങ്ങി വരികയായിരുന്നു. അതേസമയം നോർവേ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്താണ് പ്രീ ക്വാർട്ടറിൽ കടന്നത്. അതേസമയം പുലർച്ചെ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുമ്പോൾ വീറും വാശിയുമുള്ള കളി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മികച്ച ഫോമിലുള്ള ആതിഥേയരായ മെക്സിക്കോ ഇക്വഡോറിനെ 2-0 പരാജയപ്പെടുത്തിയാണ് പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. 40 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മെക്സിക്കോ ഒരു ലോകകപ്പ് നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം നേടുന്നത്. അതേസമയം ഇംഗ്ലണ്ട് ആവേശകരമായ പോരാട്ടത്തിൽ കോങ്കോയെ 2-1 തോൽപ്പിച്ചാണ് പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയത്. മെക്സിക്കോയെ തോൽപ്പിച്ചാൽ ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലോ നോർവേയോ ആയിരിക്കും ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. 1966 ഒരേയൊരു തവണ ലോകകപ്പ് നേടിയ ഇംഗ്ലണ്ട് ഈ വർഷം ആ നീണ്ട കാത്തിരിപ്പ് അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോകകപ്പ് ആവേശം എല്ലായിടത്തും നിറയുമ്പോൾ ശ്രദ്ധേയമായത് പ്രശസ്ത ഗായിക ഷക്കീറയും ബർണാബോയും ചേർന്ന് ആലപിച്ച 2026 ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമായിരുന്നു. കേൾവി പരിമിതരായ ഫുട്ബോൾ പ്രേമികൾക്കായി ലോകകപ്പ് ഗാനം ആംഗ്യഭാഷയിലേക്ക് മൊഴിമാറ്റി അവതരിപ്പിക്കുകയാണ് മലപ്പുറം പുളിക്കൽ എബിലിറ്റി ക്യാമ്പസിലെ ബിരുദ വിദ്യാർത്ഥികൾ. കണ്ണുകളിൽ ഫുട്ബോൾ കമ്പവും ആവേശം വിരിയുന്ന ആംഗ്യ ചുവടുകളുമായി
ഇവർ വേദിയിലെത്തുമ്പോൾ അതിനു പിന്നിലൊരു വലിയ ലക്ഷ്യമുണ്ട്. ലോകത്തെ ഫുട്ബോൾ ആവശ്യത്തിലേക്ക് ഉയർത്തിയ പാട്ടിന്റെ വരികൾ ഇന്നുവരെ കാതോർത്ത് കേട്ടിട്ടില്ലാത്ത കേൾവി പരിമിതരായ വിദ്യാർത്ഥികളാണ് ഈ പ്രകടനത്തിനു പിന്നിൽ. കേൾക്കാൻ കഴിയാത്ത ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ലോകകപ്പ് ഗാനത്തിന്റെ സന്ദേശം എത്തിക്കുക എന്നതാണ് ഈ മിടുക്കരുടെ ലക്ഷ്യം. ഷക്കീറയുടെ ലോകകപ്പ് ഗാനം റിലീസായതോടെ അത് കേൾവി പരിമിതർക്കും ആസ്വദിക്കാൻ പാകത്തിൽ ഇന്ത്യൻ ആംഗ്യഭാഷയിലേക്ക് മാറ്റാൻ പുളിക്കൽ എബിലിറ്റി ക്യാമ്പസ് തീരുമാനിക്കുകയായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ കേൾവി പരിമിതർക്കായി പ്രവർത്തിക്കുന്ന കോളേജാണ് പുളിക്കൽ എബിലിറ്റി. ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അധ്യാപകരായ KE രശ്മിത, KP സഹല യാസ്മിൻ, MC സുബിത എന്നിവർ ചേർന്നാണ് ഈ ഗാനത്തെ ഇന്ത്യൻ ആംഗ്യഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ആദ്യം 2-3 പേരൊക്കെ വന്നുള്ളൂ. പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങിയപ്പം അവർ 7 പേര് വന്നു. പിന്നെ ബാക്കിയൊരു ടീം ഉണ്ടായിരുന്നു, അവർ ഡാൻസും കൂടെ ചെയ്തു. അങ്ങനെ നമ്മളൊരു കളർഫുൾ ആക്കിയിട്ടൊരു പ്രോഗ്രാം ആക്കാമെന്ന് വിചാരിച്ചു. അത് പക്ഷേ ഇത് ഇത്രയും വലിയൊരു സക്സസ് ആവുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഐഡിയ നമ്മളെ പ്രിൻസിപ്പളാണ് നമുക്ക് തന്നത്. ഇങ്ങനെ വേണം, നമ്മളെ കോളേജ് ഇങ്ങനെ ആയി പോരാ, നമ്മളെ കുട്ടികളെ പറ്റി എല്ലാവരും അറിയണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പരിശീലനം നൽകി ഈ മനോഹര വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ വീഡിയോയ്ക്ക് വിവിധ കോണുകളിൽ നിന്ന് വലിയ അഭിനന്ദനമാണ് ലഭിക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിലെ സർക്കാർ അനുമതിക്കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാവുകയാണ്. അടുത്ത മന്ത്രിസഭയിൽ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ചർച്ച ചെയ്യും. അദാനിയുമായുള്ള ഡീൽ ആരോപണം പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ തുടർ നടപടി നിർണായകമാണ്. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, പ്രതിപക്ഷത്തു നിന്നും ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇതിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നു, പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയല്ലേ ഈ ഒരു ചർച്ചയ്ക്കായി മുൻകൈ എടുക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും മുഖ്യമന്ത്രിയുടെ ഒരു തുടർ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാവുക? തീർച്ചയായും ഇത് വലിയ ജാഗ്രതയും കരുതലുമാണ് ഈ ഒരു വിഷയത്തിൽ സർക്കാർ അവലംബിക്കുന്നത്. കാരണം അങ്ങനെ ജാഗ്രതയോടും കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ ഇതിനകത്തൊരു വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. കാരണം സർക്കാരിന് അധികാരമേറ്റ 1 മാസത്തിലെ ഏറ്റവും വലിയൊരു വിഷയമായി, കാരണം ഇത് നാടിനപ്പുറത്തേക്ക് രാജ്യസുരക്ഷയെ ബാധിക്കുന്നൊരു വിഷയം എന്ന രീതിയിലൊക്കെ ഇത് മാറുന്നു. പ്രതിപക്ഷം അത് തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വിഷയം വരുമ്പോൾ ഇത് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും ഒരേ രീതിയിൽ മുഖ്യമന്ത്രിയുടെ മേൽ സമ്മർദ്ദമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായി പോലും സമ്മർദ്ദം ഏൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ മുഖ്യമന്ത്രി നിലപാട് നിയമസഭയിൽ പറഞ്ഞതാണ്. ഇതിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ മുന്നോട്ട് വെച്ച 5 നിർദ്ദേശങ്ങളുണ്ട്. ആ 5 നിർദ്ദേശങ്ങൾ വ്യവസ്ഥകൾ ഊന്നി മാത്രമേ അനുമതി നൽകുകയുള്ളൂ അദാനി കമ്പനിക്ക്. ആ വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എംപവേർഡ് കമ്മിറ്റിയൊക്കെ സർക്കാർ തീരുമാനിച്ചത്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി ഇതിന് സമഗ്രമായ പരിശോധന നടത്തും. അതായത് ഇവർ കരാർ സംബന്ധിച്ച് സർക്കാരിന് ഒരു കത്ത് നൽകിയിരുന്നു ആദ്യം. പിന്നീട് ആ കത്ത് വീണ്ടും പുതുക്കി നൽകി. അതിനുശേഷം ഒരു വിശദീകരണ കുറിപ്പൊക്കെ ഇറക്കിയിരുന്നു കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പ്. അപ്പോൾ ഈ വിശദീകരണ കുറിപ്പിലൊക്കെ ഏറെക്കുറെ സർക്കാർ തൃപ്തരാണ്. കാരണം കൃത്യമായ ഏതൊക്കെ രീതിയിലാണ് എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ അന്തിമ അംഗീകാരം, അതാണ് ഏറ്റവും പ്രധാനം. സർക്കാർ അംഗീകരിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ. പ്രാഥമികമായ കരാർ മാത്രമാണ് ഇപ്പോൾ MSCയുമായി ഉണ്ടാക്കിയത്. മാത്രമല്ല ഒരിക്കൽ പോലും MSCക്ക് ഇങ്ങനെ ഒരു 40% ഓഹരി വിറ്റഴിക്കുന്നു എന്ന കാരണത്താൽ MSCക്ക് ഒരിക്കലും വിഴിഞ്ഞം തുറമുഖത്തിന് കുത്തകാവകാശം വരില്ല. മത്സരാധിഷ്ഠിതമായി എല്ലാ കമ്പനികൾക്കും ഇവിടെ വന്നു പോകാനുള്ള അവകാശമുണ്ട്. ഒരിക്കലും MSCക്ക് കുത്തക അവകാശം നൽകില്ല എന്ന് ഉറപ്പൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ അത് അത്തരം ഉറപ്പുകളൊക്കെ ഒരു കരാറായി എഴുതി നൽകണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് സർക്കാർ തലങ്ങൾ മുന്നോട്ട് വരുന്നത്. അതായത് ഇതൊക്കെ തന്നെ ഒരു വിശദീകരണ കുറിപ്പ്, ഇതൊക്കെ ഒരു വാക്കാൽ പറയുന്ന ഉറപ്പുകളാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു എഗ്രിമെന്റ് ആയി വെക്കണം. അതായത് ഒരു സപ്ലിമെന്ററി കരാർ, നിലവിലുള്ള ഒരു കരാറിനപ്പുറത്തേക്ക് സർക്കാരും അദാനി ഗ്രൂപ്പ് തമ്മിൽ വീണ്ടും ഒരു സപ്ലിമെന്ററി കരാർ, അതായത് 1 വർഷമൊക്കെ കഴിയുമ്പോൾ ഇവരുടെ ഓഹരികൾ വിറ്റഴിക്കാം എന്നുള്ള കരാറിന്മേലാണ് മറ്റു വിദേശ കമ്പനികൾക്ക് അദാനി ഗ്രൂപ്പ് ഓഹരികൾ വിറ്റഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ 25% അപ്പുറത്തേക്ക് വിറ്റഴിക്കുമ്പോഴാണ് അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നു എന്ന വിഷയമൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ മുൻനിർത്തി വീണ്ടും ഒരു സപ്ലിമെന്ററി കരാർ കൂടി വെക്കണം എന്നൊരു ആലോചന, അങ്ങനെ ഒരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ തലത്തിലുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ അത് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തു നിന്നുള്ള എതിർചേരികളൊക്കെ തന്നെയും കൃത്യമായി നിശബ്ദരാക്കാൻ, അല്ലെങ്കിൽ എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ട്, എല്ലാവരുടെ ആശങ്കകളും കണക്കിലെടുത്തുകൊണ്ട് വളരെ സുതാര്യമായും വളരെ കാര്യക്ഷമമായും ഇത് മുന്നോട്ട് പോയാൽ മതി എന്നൊരു ആവശ്യം വരുന്നു. ഉറപ്പായും ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം വരുമ്പോൾ ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നതിനപ്പുറത്തേക്ക് അടുത്ത ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം വിഷയം സമഗ്രമായി പരിശോധിക്കുകയും ചർച്ചയാവുകയും ചെയ്യും. എന്തായാലും ഒരു സപ്ലിമെന്ററി കരാർ
ശരി അൻഫിലിറ്റ്, എന്തായാലും ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഒരുപോലെ സമ്മർദ്ദം ശക്തമാകുമ്പോൾ അടുത്ത മന്ത്രിസഭയിൽ ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ് VD സർക്കാർ. അൻഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. ഈ വടക്കൻ കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും. തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വടക്കൻ കേരളത്തിലെ ചില ജില്ലകളിൽ ഇന്ന് രാത്രി വരെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. രേഷ്മ, വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടത്തും ശക്തമായ മഴയൊക്കെയായിരുന്നു, പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ ഉണ്ടായത്. ഇന്നിപ്പോൾ എങ്ങനെയാണ് വടക്കൻ കേരളത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ? മഴ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഈ വടക്കൻ കേരളത്തിൽ തന്നെ പല ജില്ലകളിലും, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. എങ്കിൽ പോലും ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ ഓറഞ്ച് അലേർട്ടിന്റെ പ്രതീതിയാണ് ഇന്ന് നമുക്ക് അനുഭവപ്പെടുന്നത്. അതേസമയം തന്നെ രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ നേരിയൊരു ചോർച്ചയുണ്ട്. നാളെയാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ശക്തമായ മഴയ്ക്കും ഒപ്പം കാറ്റിനും മിന്നലിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് സമാനമായി തന്നെ ഒരു ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ തീരപ്രദേശങ്ങളിലുള്ളവർ സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ടാവും. ഇന്ന് രാത്രി 11:30 വരെ ഈ ഒരു കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാവുമെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ പ്രദേശത്ത് തന്നെ തോണിയിലുള്ള വെള്ളങ്ങളിലുള്ളവർ നിലവിൽ ഇറങ്ങരുതെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് ഇപ്പോൾ നിലവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഇറങ്ങുന്നത്. ഇവർ പോലും ഈ ഒരു സാഹചര്യത്തിൽ സൂക്ഷിക്കണമെന്നാണ് നിലവിൽ ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, ഓറഞ്ച് അലർട്ടിന്റെ പ്രഖ്യാപനത്തിൽ നേരത്തെ പറഞ്ഞാൽ തന്നെ മുൻകരുതൽ എല്ലാവരും സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. മലയോരത്തുൾപ്പെടെ ടൂറിസം മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കണമെന്നും വെള്ളത്തിൽ ഇറങ്ങരുതെന്നുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മായ, തീർച്ചയായും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കർശനമായി പാലിക്കുക. രേഷ്മയാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. കുട്ടനാട്ടിൽ നെൽകൃഷിക്ക് വൻ തിരിച്ചടിയെന്ന് കൃഷി വകുപ്പിന്റെ പഠന റിപ്പോർട്ട്. കാലാവസ്ഥാ വ്യതിയാനവും തീരശോഷണവും മൂലം നെൽകൃഷിയുടെ വിളവിൽ ഗണ്യമായ കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. 2019 മുതൽ തന്നെ വിളവിൽ വലിയ കുറവ് കുട്ടനാടൻ പാടങ്ങളിലുണ്ടായതായും പഠനം വ്യക്തമാക്കുന്നു. മുൻപ് ഹെക്ടറിന് ശരാശരി 5 ടൺ നെല്ല് ലഭിച്ച പാടശേഖരങ്ങളിൽ വിളവ് 3 ടണ്ണോളമായി ചുരുങ്ങി. പൂവിടുന്ന സമയങ്ങളിൽ നെല്ലിന് 32 ഡിഗ്രി താപനിലയാണ് അനുയോജ്യം. എന്നാൽ നിലവിൽ ശരാശരി താപനില 34 ഡിഗ്രിക്കും മുകളിലാണ്. ഈ വർധന 10% വരെ വിളവ് കുറച്ചു. അരിമണിയുടെ തൂക്കത്തിൽ 5% വരെ കുറവുണ്ടായി. ചൂട് വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ജലത്തിൻ്റെയും മൂലകങ്ങളുടെയും സംവഹനശേഷിയും കുറയും. പ്രകാശ സംശ്ലേഷണ ശേഷിയും കുറഞ്ഞു. ജലസ്രോതസ്സുകളിൽ ലവണാംശം വർദ്ധിച്ചതും വേനൽ കൃഷിയെ ബാധിച്ചു. പാടങ്ങളിൽ അലുമിനിയത്തിൻ്റെ അളവ് 300% വരെ അധികമായി. നെല്ലിന് ഏറ്റവും അത്യാവശ്യമായ സിലിക്കൺ കുറഞ്ഞതാണ് മറ്റൊരു പ്രതിസന്ധി. കൂടാതെ മണ്ണിൻ്റെ pH മൂല്യവും 2.5 വരെ താഴ്ന്നു. തീരദേശത്തെ താഴ്ന്ന ഭാഗങ്ങളിൽ ഉയർന്ന വേലിയേറ്റത്തിൽ കടൽവെള്ളം കരയിലേക്ക് കയറുന്ന തിരപ്രളയവും തിരിച്ചടിയായി. ഇതിനെല്ലാം പുറമെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന രോഗങ്ങളെ അതിജീവിക്കാനുള്ള വിത്തുകളുടെ ശേഷിക്കുറവും വിളവിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നാലെ സഹപാഠികൾ തനിക്കെതിരെ അതിക്രമം നടത്തിയിട്ടില്ലെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി മാറ്റി നൽകുകയും ചെയ്തു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പെൺകുട്ടി പറയുന്നതെന്ന് വ്യക്തമാക്കിയ പോലീസ് കേസിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. മൊഴികളിലെ വൈരുദ്ധ്യത്തെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്തവരെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചിരുന്നു. 13-കാരിയിൽ നിന്ന് വീണ്ടും വിശദമായി മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. പെൺകുട്ടി ചൈൽഡ് ലൈന് മൊഴി നൽകാനിടയായ സാഹചര്യം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ലഷ്കർ ഇ തൊയ്ബയിലെ ഉന്നത നേതാവായ സാക്കിർ അഹമ്മദ് ഖാനിയും സഹായി ലത്തീഫ് ഭട്ടുമാണ് മരിച്ചത്. സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ രാത്രി 7:30 ഏറ്റുമുട്ടലുണ്ടായത്. കുൽഗാം ജില്ലയിൽ നിന്നുള്ള ഖാനി സുരക്ഷാ ഏജൻസികൾ A++ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭീകരനാണ്. പഹൽഗാം ഭീകരാക്രമണവുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. 2025 ഒക്ടോബറിൽ കുൽഗാമിലെ NIA കോടതി ഇയാൾക്കെതിരെ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനേയിയുടെ ശവസംസ്കാര ചടങ്ങിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്കായി ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒത്തുകൂടിയതിനെ പരാമർശിച്ചാണ് വിവാദ പരാമർശം ഉണ്ടായിരിക്കുന്നത്. അവരെല്ലാവരും അവിടെയുണ്ട്, ഒരൊറ്റ ഷോട്ട്, നമുക്ക് അവരെ എല്ലാം ഒരുമിച്ചില്ലാതാക്കാൻ കഴിയുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. എന്നാൽ അമേരിക്ക അങ്ങനെ ചെയ്യില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു.
ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം ട്രംപ് വ്യക്തമാക്കിയത്. ടെഹ്റാനിൽ നടന്ന ശവസംസ്കാര ചടങ്ങുകൾ താൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുഃഖാചരണം അവസാനിപ്പിക്കുന്നതുവരെ ഇറാൻ ആണവ ചർച്ചകൾ താൽക്കാലികം നിർത്തിവെക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ലോക നേതാക്കളും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരും ടെഹ്റാനിൽ കനത്ത സുരക്ഷയിൽ ഖമനേയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ പരാമർശങ്ങൾ. സോൾവ് റോക്കറ്റിന്റെ ആദ്യ ഭൂതല പരീക്ഷണം ISRO വിജയകരമായി പൂർത്തിയാക്കി. ബഹിരാകാശ പരീക്ഷണങ്ങൾ കുറഞ്ഞ ചെലവിൽ നടത്തുന്നതിനായി ISRO വികസിപ്പിച്ചെടുത്ത പുതിയ ചെറു വിക്ഷേപണ വാഹനമാണ് സോൾവ്. ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാന്റെ പാരച്യൂട്ട് പരീക്ഷണങ്ങൾ അടക്കമുള്ള വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കായാണ് ഈ ചെറു റോക്കറ്റ് പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബഹിരാകാശ പേടകങ്ങൾ ഭൂമിയിലേക്ക് തിരികെ ഇറക്കുമ്പോൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന പാരച്യൂട്ടുകളിലെ പ്രവർത്തനക്ഷമത പരിശോധിക്കാൻ സോൾവ് വലിയ രീതിയിൽ പ്രയോജനപ്പെടും. വലിയ വിക്ഷേപണ വാഹനങ്ങളെ ആശ്രയിക്കാതെ തന്നെ സബ് ഓർബിറ്റൽ തലത്തിലുള്ള പരീക്ഷണങ്ങൾ വേഗത്തിലും ലളിതമായും നടത്താൻ സോൾവിലൂടെ ISROയ്ക്ക് സാധിക്കും. റോക്കറ്റിന്റെ സോളിഡ് മോട്ടോറിന്റെ ആദ്യ ഭൂതല പരീക്ഷണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ച് വിജയകരമായി പൂർത്തിയാക്കിയത് ഇന്നലെയാണ്. PSLVയുടെ സ്ട്രാപ്പ് ഓൺ മോട്ടോറുകൾ പരിഷ്കരിച്ചാണ് സോൾവ് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂതല പരീക്ഷണം വിജയകരമായതോടെ റോക്കറ്റിന്റെ യഥാർത്ഥ വിക്ഷേപണ പരീക്ഷണങ്ങളിലേക്ക് ISRO ഉടൻ കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സംസ്ഥാന പ്രസിഡന്റ് കൂടി രാജിവെച്ചതോടെ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും പിടിച്ചെടുത്ത് വിമത വിഭാഗം. മമതാ ബാനർജിക്ക് പാർട്ടിയുടെ പേരും ചിഹ്നവും ഉടൻ നഷ്ടമാകും. പാർട്ടി ആസ്ഥാനം നഷ്ടപ്പെട്ടതോടെ വീട് ഓഫീസായി പ്രവർത്തിക്കുമെന്നും കീഴടങ്ങില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തെക്കൻ ജില്ലകളിലെ ബസ് ഉടമകളും ജീവനക്കാരും സമരത്തിലേക്ക്. ജൂലൈ 8-ന് കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ സ്വകാര്യ ബസ് സർവീസ് നിർത്തിവെച്ച് ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ റിലേ ധർണ നടത്തുവാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ് സർവീസ് നടത്തിക്കൊണ്ടു പോകുക ദുഷ്കരമായെന്നും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടാണ് സ്വകാര്യ ബസ് സമരം. സർക്കാർ നൽകിയ 50% നികുതി ഇളവ് മതിയായ ആശ്വാസമല്ലെന്നും ദിവസേന ലഭിക്കുന്ന ഏകദേശം 130 രൂപയുടെ ഇളവ് ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടത്തിന് പരിഹാരമാകില്ലെന്നും ബസ് ഉടമകൾ പറയുന്നു. പ്രിയദർശിനി സർവീസുകൾ കൂടുതൽ റൂട്ടുകളിലേക്ക് വ്യാപിപ്പിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. വരുമാന നഷ്ടം വർദ്ധിച്ചതോടെ തിരക്ക് കുറഞ്ഞ സമയങ്ങളിലെ ട്രിപ്പുകൾ ഒഴിവാക്കേണ്ട സാഹചര്യമാണ്. എന്നാൽ പിന്നീടുണ്ടാകുന്ന വലിയ നഷ്ടം കണക്കിലെടുത്ത് പലരും സർവീസ് തുടരുകയാണെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജാക്സൺ സി ജോസഫ് പറഞ്ഞു. 50,000 രൂപ ഒരു വർഷം കുറച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം വെറും 120 രൂപ 130 രൂപ വരുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം 500 മുതൽ 4,000 രൂപയ്ക്ക് മുകളിൽ ഒരു ബസ്സിന് കളക്ഷൻ കുറവുള്ളപ്പം ഈ 120 രൂപ അല്ലെങ്കിൽ 130 രൂപ എന്ന് പറയുന്നത് തികച്ചും അപര്യാപ്തമാണ്. ഇപ്പം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതൊന്ന് ഇറക്കുന്നതിന് പണ്ട് കോവിഡ് കാലത്ത് ഇറക്കിയത് പോലെ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ മുടക്കാം രണ്ടാമതൊന്ന് ഇറങ്ങി. എന്നുവെച്ചാൽ ബാറ്ററി എല്ലാം ഡൗണാവും, ഓയിലെല്ലാം മാറണം, അങ്ങനെ ഗ്രീസ് മാറണം, അങ്ങനെയുള്ള ധാരാളം ചെലവുകൾ നമുക്ക് രണ്ടാമത് ഇറക്കുന്നുണ്ട്. സ്വകാര്യ ബസ്സുകൾ KSRTC വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തണമെന്ന നിർദ്ദേശവും ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നു. കിലോമീറ്ററിന് 55 രൂപ നിരക്കിൽ വാടക നൽകിയാൽ മതി. സർവീസിന്റെ ചെലവുകൾ പൂർണ്ണമായും ഉടമകൾ വഹിക്കും. ഇതോടെ ബസ്സുകളുടെ മത്സരയോട്ടം തന്നെ അവസാനിക്കുമെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സെക്രട്ടറി KA സുരേഷ് പറഞ്ഞു. ഒരു 55 രൂപ കിലോമീറ്റർ വാടക തരിക. ഞങ്ങളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സർക്കാരിലേക്ക് അടയ്ക്കുന്ന മുഴുവൻ കാശും എല്ലാം അടച്ചുകൊണ്ട് ഈ വരുന്ന ബസ്സിൻ്റെ ഓപ്പറേഷന് വരുന്ന മുഴുവൻ ചെലവുകളും ഞങ്ങൾ തന്നെ വഹിച്ചുകൊണ്ട് ഈ ബസ്സുകൾ കിലോമീറ്ററിന് 55 രൂപ വാടക മാത്രം നൽകി ഞങ്ങൾ ഓടിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് വാടക തരിക, ഞങ്ങളുടെ വരുമാനം സർക്കാർ എടുക്കുക, ഞങ്ങളുടെ ജീവനക്കാരെ സർക്കാർ നിയന്ത്രിക്കുക. അതുകൊണ്ട് ഒരുപാട് വേറെ ഗുണങ്ങളും ഉണ്ടാകും. നമുക്കിവിടെ വളരെ ശക്തമായ ഒരു പൊതുഗതാഗത സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മത്സരം, റോഡിലെ മത്സരവും മറ്റു കാര്യങ്ങളും എല്ലാം മാറും. ആളുകൾക്ക് അപകടങ്ങളും എല്ലാം കുറഞ്ഞ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാക്കാം. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലാണ് 8-ാം തീയതി സ്വകാര്യ ബസ് പണിമുടക്ക്. ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലും പണിമുടക്ക് നടത്തുന്നത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ തീരുമാനമുണ്ടാകും. 11-ാം തീയതി സർക്കാരുമായി നടത്തുന്ന ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ ബസ് ഉടമകളും ജീവനക്കാരും റിലേ ധർണ നടത്തും. അമൃത ന്യൂസ്, കോട്ടയം.
പരമ്പരാഗത കൃഷിരീതികളിൽ നിന്ന് മാറി ചിന്തിക്കാൻ കർഷകർ ഇനിയും മടിക്കേണ്ടതില്ലെന്ന് തെളിയിക്കുകയാണ് റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഡി സുരേഷ് കുമാർ. പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലൂടെ യാത്ര ചെയ്യുന്നവരുടെ എല്ലാം ശ്രദ്ധ ഇപ്പോൾ ഇടത്തിട്ട കാവും ഭാഗം വയലിനോട് ചേർന്ന് നിൽക്കുന്ന 100 കണക്കിന് PVC പൈപ്പുകളിലേക്കാണ്. റബ്ബർ മരങ്ങളോടൊക്കെ വിട പറഞ്ഞ് ഹൈടെക് കുരുമുളക് കൃഷിയിലേക്ക് തിരിഞ്ഞ സുരേഷ് കുമാറിന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ കാണാം. ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഇടത്തിട്ട കാവുംഭാഗം വയലിനോട് ചേർന്ന് 100 കണക്കിന് PVC പൈപ്പുകൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. ആദ്യ കാഴ്ചയിൽ എന്താണെന്ന് അത്ഭുതം തോന്നുമെങ്കിലും ഇത് ഇടത്തിട്ട താഴുമൺ പടിക്കൽ ഡി സുരേഷ് കുമാറിന്റെ ഹൈടെക് കുരുമുളക് കൃഷിത്തോട്ടമാണ്. അരുണാചൽ പ്രദേശ് ധനവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറായി 2023 വിരമിച്ച് നാട്ടിലെത്തിയതാണ് സുരേഷ് കുമാർ. റബ്ബർ കൃഷി ലാഭകരമല്ലാത്തതിനാലും കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനാലും റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയാണ് അദ്ദേഹം കുരുമുളക് കൃഷിയിലേക്ക് തിരിഞ്ഞത്. സുഹൃത്തും റിട്ടയർഡ് ട്രഷറി ഓഫീസറുമായ PR സുരേഷിൽ നിന്നാണ് ഈ കൃഷിരീതിയെക്കുറിച്ചുള്ള അറിവ് സുരേഷ് കുമാർ നേടുന്നത്. സുഹൃത്തുണ്ടായിരുന്നു, അവരിങ്ങനെ ചെയ്തിരുന്നു. അവരുടെ ഗൈഡൻസ് ഉണ്ട്. കുട്ടികളെ നോക്കുന്ന മാതിരി ഇത് നോക്കണം. 2 വർഷം ഇതിന് നല്ലപോലെ വളം ചെയ്തു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഫംഗൽ രോഗങ്ങളൊക്കെ വരാനെ കൊണ്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കീടനാശിനികളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പൈപ്പ് തൂണ് സ്ഥാപിക്കുന്നതിന് മാത്രം 1600 രൂപയോളം ചെലവായി. പുരയിടത്തിൽ കാട് കയറാതിരിക്കാനും കളകൾ വളരുന്നത് തടയാനും തറയിൽ പോളിത്തീൻ ഷീറ്റുകളും വിരിച്ചിട്ടുണ്ട്. നല്ല ചെലവാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. വേനൽ സമയത്തൊക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ 610 മൂടുള്ളത് കൊണ്ട് നമുക്ക് ജലസേചനത്തിന് ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെ വേണം. പിന്നെ അതുപോലെ ഈ കള പറിക്കുന്നത് വലിയ ഒരു പ്രശ്നമാണ്. എനിക്ക് ഒരുപാട് പൈസ ഇങ്ങനെ കാട് തെളിയിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അന്നേരമാണ് ഞാൻ ഈ വീട് മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് കുറച്ച് ഇക്കണോമിക്കലാണെന്ന് മനസ്സിലാക്കുന്നത്. അർക്കളമുണ്ട, കുമ്പയ്ക്കൽ, പന്നിയൂർ 10 എന്നീ ഇനം കുരുമുളകുകളാണ് പ്രധാനമായും നട്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ 610 തൈകളാണ് ഇപ്പം നട്ടിട്ടുള്ളത്. അത് പല വെറൈറ്റി ഉണ്ട്, 2-3 വെറൈറ്റി ഉണ്ട്. അക്കളമുണ്ട എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇരിക്കുന്നത്. കുമ്പയ്ക്കൽ എന്ന് പറയുന്നത് അത് ഇടുക്കിയിലുള്ള ഒരു ഫാമിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടുവന്നത്. പിന്നെ ഒരെണ്ണം പന്നിയൂർ 10, പിന്നെ ചന്ദ്രിക, വിജയ്, അങ്ങനെയുള്ള അതിൻ്റെ കുറച്ച് തൈകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലമ്പൂരിലുള്ള ഗവൺമെൻറ് കൃഷി ഫാമിൽ നിന്നാണ് ബാക്കി എല്ലാ തൈകളും വാങ്ങിയിട്ടുള്ളത്. വൻ തുക സ്വന്തം കയ്യിൽ നിന്ന് മുടക്കി കൃഷി ഇറക്കുന്ന കർഷകർക്ക് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മതിയായ പിന്തുണ ലഭിക്കുന്നില്ല. സബ്സിഡി അടക്കം പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ യുവാക്കളടക്കം കൂടുതൽ പേർക്ക് കൃഷിയിലേക്ക് ഇറങ്ങാൻ വലിയ പ്രചോദനമാകുമെന്ന് ഡി സുരേഷ് കുമാർ പറയുന്നു. ക്യാമറമാൻ രതീഷ് മഡ്ബിഷ്യലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. കാസർഗോഡ് ജില്ലയിൽ എയിംസ് കൊണ്ടുവരണമെന്ന ആവശ്യവുമായി കാസർകോട്ടെ എയിംസ് ജനകീയ കൂട്ടായ്മ നടത്തുന്ന സമരത്തിന്റെ 1ാം ഘട്ടം വിജയത്തിലേക്കെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ. സംസ്ഥാന സർക്കാരിന്റെ എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡ് ജില്ലയുടെ പേര് ഉൾപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രപ്പോസൽ നൽകിക്കഴിഞ്ഞാൽ കാസർഗോഡ് എയിംസ് കൊണ്ടുവരുവാൻ BJP ജില്ലാ നേതൃത്വം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് എയിംസ് ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആരോഗ്യമേഖലയിൽ കാസർഗോഡ് ഏറെ പിന്നോക്കം നിൽക്കുന്ന സാഹചര്യങ്ങളും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജും ഇല്ലാതെ ആയിരങ്ങളായ രോഗികൾ ചികിത്സയ്ക്കായി കർണാടകയെ ആശ്രയിക്കുന്ന കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി എയിംസ് കാസർഗോഡ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് എയിംസ് ജനകീയ കൂട്ടായ്മ നടത്തിവരുന്ന സമര പോരാട്ടങ്ങളും നിയമപരമായ നീക്കങ്ങളും ആദ്യഘട്ടം വിജയം കണ്ടതായി എയിംസ് കൂട്ടായ്മ വിലയിരുത്തുന്നു. സർക്കാർ നൽകുന്ന പ്രപ്പോസലിൽ കാസർഗോഡ് പെരിയ യുടെ പേരുൾപ്പെടുത്താൻ തീരുമാനിച്ചതിൽ സന്തോഷമെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. ഏറെ സന്തോഷമുണ്ട് നമുക്ക്. കാരണം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾ നമ്മുടെ സമരങ്ങൾക്ക് മുൻനിരയിൽ നിന്ന ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും അതുപോലെ അന്നത്തെ പ്രതിപക്ഷത്തിരുന്ന ആൾക്കാരൊക്കെയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പുതിയ ഗവൺമെൻറ് കാസർഗോഡിൻ്റെ രോദനം കേൾക്കുകയും പ്രപ്പോസലിൽ കാസർഗോഡിൻ്റെ പേര് ഉൾപ്പെടുത്താൻ
തീരുമാനിച്ചു എന്ന് അറിയിച്ചതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകുന്ന പ്രൊപ്പോസലിൽ കാസർഗോഡ് ജില്ലയുടെ പേരുൾക്കൊള്ളിച്ചാൽ അതിനായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് BJP ജില്ലാ നേതൃത്വം മുൻപ് വ്യക്തമാക്കിയിരുന്നു. പ്രൊപ്പോസൽ നൽകിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കുവാൻ BJP ജില്ലാ നേതൃത്വം തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് കൂട്ടായ്മ. കാസർഗോട്ടെ BJP നേതാക്കൾ കാസർഗോട്ടെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി കാസർഗോഡിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കാസർഗോട്ടേക്ക് എയിംസ് കൊണ്ടുവരാൻ ഉത്തരവാദപ്പെട്ട ഏറ്റവും ധാർമ്മികമായും ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് BJP. അത് അവർ ചെയ്യണം, അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എയിംസ് വരുന്നതോടെ ജില്ലയുടെ ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷകൾ. അമൃത ന്യൂസ്, കാസർഗോഡ്. ഫുട്ബോൾ ലോകകപ്പ് ആവേശത്തിന് മാറ്റുകൂട്ടാൻ കേരളത്തിലെ ഔദ്യോഗിക ഫാൻ പാർക്കുകളിലേക്കുള്ള ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. മേത്തർ ഈഗിൾസ് FC കേരള ചെയർമാൻ ഷാഫി മേത്തർ, മുൻ അന്താരാഷ്ട്ര താരം CC ജേക്കബ്, മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ MM ജേക്കബ് എന്നിവർ ടിക്കറ്റ് കൈമാറി വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്റർ, തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലാണ് LED സ്ക്രീനുകളിൽ മത്സരങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. മത്സരങ്ങൾ നടക്കുന്ന സ്റ്റേഡിയത്തിന് സമാനമായ ആവേശവും അന്തരീക്ഷവും നൽകുന്നതാണ് ഫാൻ പാർക്കുകൾ. നോർത്ത് അമേരിക്കയിൽ അവിടുത്തെ ഒരു സ്റ്റേഡിയത്തിൽ പോയിരുന്ന് കളി ആസ്വദിക്കുന്ന അതേ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ 3 ഫാൻ പാർക്കും സജ്ജീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിലേത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനാണ്. ഫുട്ബോളിൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് അത് ആസ്വദിക്കാനുള്ള സാഹചര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. 99 രൂപയാണ് ഏറ്റവും പ്രൈസ് കുറഞ്ഞത്, 2500 രൂപയാണ് VIP ടിക്കറ്റ്. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം T20യിൽ ഇന്ത്യക്ക് തോൽവി. 4 വിക്കറ്റിന് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 190 റൺസ് എടുത്തത്. ഇന്ത്യൻ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ച വൈഭവ് സൂര്യവംശി 14 റൺസ് എടുത്തു മടങ്ങി. ഇന്ത്യൻ സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ്. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വനിതാ T20 ലോകകപ്പിന്റെ ഫൈനൽ ഇന്നാണ്. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമാണ് കിരീടത്തിനായി പോരാടുന്നത്. ടൂർണമെന്റിൽ ഇതുവരെ ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇരു ടീമുകളും ഫൈനലിൽ എത്തിയിരിക്കുന്നത്. 6 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ 7ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് ജയിച്ചാൽ വനിതാ T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 150ാം വിജയമെന്ന നാഴികക്കല്ലും ഓസ്ട്രേലിയ പിന്നിടും. എന്നാൽ സ്വന്തം തട്ടകമായ ലോർഡ്സിൽ കളിച്ച 4 T20 മത്സരങ്ങളിലും ഇംഗ്ലണ്ട് വിജയിച്ചിട്ടുണ്ട്. 2009 തങ്ങളുടെ കന്നി കിരീടം നേടിയതും ഇതേ മൈതാനത്ത് വെച്ചാണ്. വനിതാ T20 ലോകകപ്പ് ഇന്ന് ലോർഡ്സിൽ നടക്കുമ്പോൾ അവിടെ ഒരു ഇന്ത്യൻ സാന്നിധ്യമുണ്ട്. ലോർഡ്സിൽ അമ്പയർ ആകുന്നത് നവി മുംബൈ സ്വദേശിയായ വൃന്ദ റാത്തിയാണ്. ലോകകപ്പ് ഫൈനലിൽ അമ്പയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിരിക്കും വൃന്ദ. 37-കാരിയായ വൃന്ദ റാത്തി ജാക്വലിൻ വില്യംസിനൊപ്പമാണ് മത്സരം നിയന്ത്രിക്കുക. 1987 പുരുഷ ലോകകപ്പ് ഫൈനലിൽ അമ്പയർ ആയിരുന്ന രാംബാബു ഗുപ്തയ്ക്ക് ശേഷം ICC ലോകകപ്പ് ഫൈനലിൽ ഓൺഫീൽഡ് അമ്പയർ ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ അമ്പയറാണ് വൃന്ദ. ആനകൾ 4 ഇഞ്ച് മുതൽ 11 അടി വരെ, കത്തികളാകട്ടെ പേനാക്കത്തി മുതൽ മലപ്പുറം കത്തി വരെ. കാണാം സെൻട്രൽ മാഗസിൻ. നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മലയാളികൾക്ക് ആന വെറും ഒരു ജീവി മാത്രമല്ല, അതൊരു വികാരമാണ്. കടലും ആനയും എത്ര തന്നെ നോക്കിയിരുന്നാലും മടുക്കയില്ലെന്നാണ് പലരും പറയുന്നത്. നമ്മുടെ നാട്ടിൽ സിനിമാ താരങ്ങളെപ്പോലെ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളെപ്പോലെ ആനകൾക്ക് ധാരാളം ഫാൻസ് ഉണ്ട്. പക്ഷേ ഈ ആനച്ചന്തം സ്വന്തമാക്കണമെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആനയെ പരിപാലിക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മുടെ പരിസരങ്ങളിൽ ഈ ആനയുടെ ചന്തം എത്തിക്കാൻ, ഈ പരിപാലനത്തിന് ബുദ്ധിമുട്ടില്ലാതെ എത്തിക്കാൻ ഒരു വഴി കണ്ടെത്തിയിരിക്കുകയാണ് പറവൂരിലെ ആന മേക്കറായ സൂരജ് നമ്പ്യാർ. സൂരജിൻ്റെ ആനകൾ ഒറിജിനലിനെ വെല്ലും. ഫൈബറിലുണ്ട്, തടിയിലുണ്ട്, സിമെൻറ്റിലുണ്ട്, ഒന്നും പറയണ്ട. 4 ഇഞ്ച് മുതൽ 11 അടി വരെയുള്ള ആനകൾ സൂരജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആനകളുടെ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. ആനമേക്കർ സ്റ്റുഡിയോയിലേക്ക് കയറി ചെല്ലുന്നവരെ വരവേൽക്കുന്നത് ഈരാറ്റുപേട്ട അയ്യപ്പനും മൂന്നാറിലെ പടയപ്പിയും ആഫ്രിക്കൻ സെലിബ്രിറ്റി ടിമ്മും ചേർന്നാണ്. യഥാർത്ഥ
ആനയുടെ അതേ വലിപ്പമുള്ള സിമന്റ് കൊണ്ട് നിർമ്മിച്ച ശില്പങ്ങളാണ് മൂന്നും. ഇവർ മാത്രമല്ല തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, മംഗലാംകുന്ന് കർണൻ, പാമ്പാടി രാജൻ, തിരുവമ്പാടി ശിവസുന്ദർ, ചെർപ്പുളശ്ശേരി പാർത്ഥൻ, പുതുപ്പള്ളി കേശവൻ തുടങ്ങി കേരളത്തിലെ ആനപ്രേമികളുടെ ഇഷ്ട ആനകളെയെല്ലാം ആനമേക്കർ ചെയ്തിട്ടുണ്ട്. ആനമേക്കർ സ്റ്റുഡിയോ അല്ലെങ്കിൽ ആനമേക്കർ ഗാലറി എന്ന് പറയുന്നൊരു സംരംഭം, അത് ഇപ്പോൾ അത് ആനശില്പങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ആർട്ടിസ്റ്റിക് സ്ഥാപനം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ ആദ്യം മരത്തിൽ ആനശില്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയ ഒരു സംരംഭമാണ്. പിന്നീട് അത് ഫൈബറിൽ ആനശില്പങ്ങളാകുകയും ഒരു കമ്പനി തരത്തിലോട്ട് അത് പരിവർത്തനപ്പെടുകയും ഇപ്പോൾ റോബോട്ടിക് ആനകളൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഒരു സംരംഭം വളർന്നിട്ടുണ്ട്. പാമ്പാടി രാജൻ, തെച്ചിക്കോട്ടാവ് രാമേന്ദ്രൻ, അല്ലെങ്കിൽ ശിവസുന്ദർ, ഗുരുവായൂർ കേശവൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സൂപ്പർ സ്റ്റാർ ആനകളുടെ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള തടിയിലുള്ള ശില്പങ്ങളാണ് ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ പിന്നീട് ഇതിന് സ്വീകാര്യത കൂടുകയും ആവശ്യക്കാർ കൂടിയതിൻ്റെ പരിണത ഫലമായിട്ട് പിന്നെ നമുക്കത് മാസ് പ്രൊഡക്ഷൻ ചെയ്യേണ്ടതായിട്ട് വന്ന്, അപ്പോൾ തടിയിൽ നമുക്ക് മാസ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫൈബറിലേക്ക് പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് ഫൈബറിൽ ഒരു പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കമ്പനിയായിട്ട് അത് സെറ്റപ്പ് ചെയ്തു. RLB കോളേജിൽ നിന്നും ശില്പകലയിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞതിന് ശേഷമാണ് പറവൂർ സ്വദേശി സൂരജ് നമ്പ്യാട്ട് മരത്തിൽ ആനശില്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. പതുക്കെ ആവശ്യക്കാരുടെ എണ്ണം കൂടി വന്നു. മാത്രമല്ല കൂടുതൽ വലിപ്പത്തിലുള്ള ആനകൾക്കായി ഡിമാൻഡ്. വലിയ ആനകൾ മരത്തിൽ ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഫൈബറിലേക്കും പിന്നീട് സിമെന്റിലേക്കും ചുവടുമാറ്റി. ഞാൻ ആർട്സിൽ സ്കൾപ്ചറിൽ PG കഴിഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്കൾപ്ചർ ശില്പകലയിൽ RLB ഫൈൻ ആർട്സ് കോളേജിൽ കുറച്ച് നാൾ ഒരു ടീച്ചറായിട്ട് ഭാരതീയ വിദ്യാഭവൻസിൽ വർക്ക് ചെയ്ത്. പക്ഷേ ഇവിടെ ഇതിങ്ങനെ വർക്കിന് തിരക്ക് കൂടുന്നത് കണ്ടിട്ട് നമുക്ക് ഉള്ള ഒരു മേഖലയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനകത്തേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ആനമേക്കർ എന്നുള്ള പേര് അത് ഒരു തമാശ തരത്തിൽ വന്നതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെ കളിയാക്കി വിളിച്ചിരുന്ന ഒരു പേരാണത്. പിന്നീട് നമ്മളത് ഒരു ബ്രാൻഡ് നെയിം ആക്കി മാറ്റിയെന്നുള്ളൂ. ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന പേരായിട്ടുള്ള ആനയുടെ ശില്പം ചെയ്ത് വെച്ചേക്കണതാണ്. ഈരാറ്റുപേട്ട അയ്യപ്പൻ ഒരു വർഷം മുമ്പ് ചരിഞ്ഞുപോയി. കേരളത്തിലെ ഏറ്റവും പേര് കേട്ട ഒരു നാടനാനയായിരുന്നു. അപ്പോൾ അത് ചരിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലൊരു അല്ലെങ്കിൽ ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ ഒരു റെപ്ലിക്ക ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്ത ശില്പമാണത്. ഇത് കോൺക്രീറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് മൈക്രോ എലഫന്റ് സ്കൾപ്ചർ എന്ന പേരിൽ 4 ഇഞ്ച് മാത്രം വലിപ്പമുള്ള റിയലിസ്റ്റിക് ശില്പങ്ങളും ഒരുക്കി. ഓരോ ആനകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അവയുടെ പുള്ളികളും ചുളിവുകളും കൺപീലികളും ഒക്കെ വളരെ ശ്രദ്ധയോടെയാണ് സൂരജ് ശില്പങ്ങളിലും ചെയ്തിരിക്കുന്നത്. നാടു നീങ്ങിയ ഗജരാജന്മാരെ ഓർത്ത് സങ്കടപ്പെടുന്നവർക്ക് ഓർമ്മകളെ കൂടെ കൂട്ടാൻ സൂരജിന്റെ ശില്പങ്ങൾക്ക് സാധിക്കുന്നു. ക്ഷേത്രങ്ങൾക്ക് മുൻപിലും വീട്ടുമുറ്റത്ത് നിർത്താനുമെല്ലാം ആനകളെ തേടി ആളുകൾ എത്താറുണ്ട്. പറവൂരിലെ പറയക്കാട് ക്ഷേത്രത്തിൽ തല ഉയർത്തി നിൽക്കുന്ന സൂരജിന്റെ പാമ്പാടി രാജനെ കാണാം. ഒരു 5 വർഷം മുമ്പ് 5-6 വർഷം മുമ്പ് തിരുവമ്പാടി ശിവസുന്ദർ എന്ന് പറഞ്ഞ ആന ചരിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം അതിൻ്റെ സ്കൾപ്ചർ നമ്മൾ ഇതുപോലെ സിമെൻറ്റിൽ റീക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്ക് അത് അത്രയും ഭംഗിയുള്ളൊരു ആനയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ആനയും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് അതിന് റീക്രിയേറ്റ് ചെയ്ത് നമ്മളതിന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതാണ് എനിക്ക് ഈ ഒരു മേഖലയിൽ എനിക്ക് എന്തായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇമോഷണൽ മൊമെൻ്റ് എന്ന് പറയുന്നത്. സിമെൻറ്റിൽ ഗുരുവായൂർ കേശവൻ്റെ ഒരു ശില്പം തൃശ്ശൂർ ചിറ്റണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ പെപ്പിത്ത സേത്ത് എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫറാണ് ഗുരുവായൂർ കേശവൻ്റെ കളർ ഫോട്ടോ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ കാലിങ്ങനെ പൊക്കി വെച്ചേക്കുന്ന ഒരു പോസ്റ്ററിലുള്ള ഫോട്ടോ ആണ്. അപ്പോൾ ആ ഫോട്ടോ റെഫർ ചെയ്തിട്ടുള്ള ശില്പം നമ്മൾ അവിടെ ചെയ്ത് വെച്ചേക്കണതാണ് ഏറ്റവും വലിയ ശില്പം. ഏകദേശം 11 അടിയായിട്ട് പൊക്കമുണ്ട്. റോബോട്ടിക് ആന വെച്ചൊരു കൗതുകമല്ലേ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് മൂവ് ചെയ്ത് കാണാനായിട്ടുള്ളൊരു കൗതുകം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു ആന മൂവ് ചെയ്ത് നോക്കിയത്. 15 വർഷമായി സൂരജ് ആന നിർമ്മാണ രംഗത്തെത്തിയിട്ട് 1 ലക്ഷത്തിന് മുകളിൽ ആനശില്പങ്ങളാണ് ഇക്കാലയളവിൽ നിർമ്മിച്ചിട്ടുള്ളത്. മിനിയേച്ചർ ശില്പങ്ങളായിരുന്നു ഏറ്റവും ഹിറ്റ്. വാഹനങ്ങളിൽ വെക്കാനും ചുമരുകൾ അലങ്കരിക്കാനുമെല്ലാം ആളുകൾ ഇത്തരം കുഞ്ഞൻ ശില്പങ്ങൾ വാങ്ങാറുണ്ടായിരുന്നു. വലിയ ആനകളെ ഉണ്ടാക്കി തുടങ്ങിയതോടെ അതിലേക്കായി ശ്രദ്ധ മുഴുവൻ. ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ വന്നിട്ടുണ്ടാവും. കാരണം മിനിയേച്ചർ സ്കൾപ്ചേഴ്സ് തന്നെ നമുക്ക് ഒരു സമയത്ത് ഒരുപാട് പോയിരുന്നത്. ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾക്കായിരുന്നത്. അത് പല കടകളിലോട്ടും വിദേശങ്ങളിലേക്കൊക്കെ ഒരുപാട് ബൾക്കായിട്ട് പോയിരുന്നത്. അത് ഇതിൻ്റെ ആനയുടെ ലക്ഷണം പഠിക്കുമ്പോഴും ആനയുടെ എസ്തെറ്റിക്സ് പഠിക്കുമ്പോഴും ഇവിടുത്തെ കൾച്ചർ അതിനകത്ത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. കാരണം ഇപ്പോൾ തൃപ്പൂണിത്തുറയിലുള്ള പഴയ ഉത്സവങ്ങളുടെ ഫോട്ടോസ് നോക്കുമ്പോഴും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ
പഠനം, അതായത് 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തൃശ്ശൂർ പൂരത്തിൻ്റെ പഴയ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ഏത് ആന ഏത് സമയത്ത് തിടമ്പെടുത്ത് ആ ആനയുടെ രൂപം എന്തായിരുന്നു, എത്തരത്തിലുള്ള ആനയായിരുന്നു ആ സമയത്ത് ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് സ്റ്റഡി ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു കൾച്ചറും ആ ഒരു എന്താ പറയുക ഇതുപോലത്തെ പൂരങ്ങളൊക്കെ ഇതിനകത്ത് അവിഭാജ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. സൂരജിന് ആനകളോട് പ്രത്യേക ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. കലാരംഗത്ത് തന്നെ നിൽക്കണമെന്ന ആഗ്രഹം കൊണ്ട് ചെയ്തു തുടങ്ങിയതാണ് ആനശില്പങ്ങൾ. പതുക്കെ ഇതാണ് തന്റെ മേഖലയെന്ന് മനസ്സിലാക്കി ആനകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ആനപ്രേമം അങ്ങനെ ഡെലിബറേറ്റ്ലി ആനപ്രേമം ഉണ്ടായതല്ല. ശരിക്കും അങ്ങനെ ഒരു സോക്കോൾഡ് ആനപ്രേമിയോ അല്ല. എനിക്ക് വന്നിരുന്ന വർക്ക് ആനയുമായി ബന്ധപ്പെട്ട വർക്ക് കൂടുതൽ വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആനയെക്കുറിച്ച് പഠിക്കണം, ആനയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പഠിക്കണം, എന്തുകൊണ്ടാണ് ഒരു ആനപ്രേമി ആനേനെ ഇഷ്ടപ്പെടുന്നത്, ഇന്ന ആനേനെ ഇഷ്ടപ്പെടുന്നത് എന്തെല്ലാം ഘടകങ്ങൾ ആനയ്ക്ക് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ക്രമേണ ഓരോരോ കാര്യങ്ങൾ പഠനം നടത്തുകയും പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അതിനകത്ത് നടത്തി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ആനക്കമ്പോ അല്ലെങ്കിൽ ആനക്കമ്പോ എന്നല്ല ആനപ്രേമം എന്നുള്ള ഒരു സംഭവം അതിനകത്തേക്ക് ഡെവലപ്പായി വരികയാണ് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരത്തിലുള്ള ആനശില്പം സൂരജിൻ്റേതാണ്. 11 അടി ഉയരമുള്ള പാമ്പാടി രാജന്റെ ഈ ശില്പം മുംബൈയിലുള്ള ഒരു കമ്പനിയിൽ ഇപ്പോഴുമുണ്ട്. ആനശില്പങ്ങളുടെ കാര്യത്തിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇദ്ദേഹം ഇടം പിടിച്ചു. അതോടൊപ്പം ഗ്രാൻഡ് മാസ്റ്റർ പദവിയും സൂരജിന് ലഭിച്ചു. റിയലിസം അല്ലെങ്കിൽ ഹൈപ്പർ റിയലിസം എന്ന് പറയുന്ന ശൈലി കൂടുതലും നമുക്ക് എക്സ്പോസ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അത് തടിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പോഴും തടിയിൽ നമുക്ക് ആ വർക്ക് നിർത്തി കളയാതെ തന്നെ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ സെലിബ്രിറ്റി സാധനങ്ങളെയും നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിൽ പുറത്തുള്ള ഇന്ത്യക്ക് പുറത്തുള്ള ആനകളായാലും എന്തൊക്കെ ഏതെങ്കിലും നാട്ടിൽ അവരുടേതായിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആനകളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മുടെ പാസ്റ്റിൽ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ. വീട്ടുമുറ്റത്തും മറ്റും ഒരുപാട് നാൾ നിലനിൽക്കുന്ന തരത്തിൽ ആനശില്പങ്ങൾ സൂക്ഷിക്കുന്നതിന് ഏറ്റവും നല്ലത് സിമന്റ് ആണ്. സൂരജിന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് റോബോട്ടിക് ആനകൾ. ഉത്സവ കമ്മിറ്റിക്കാരും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുമാണ് ഇവയുടെ പ്രധാന ഉപഭോക്താക്കൾ. ഒരു റോബോട്ടിക് ആന നിർമ്മിക്കാൻ 3 മുതൽ 4 ലക്ഷം രൂപ വരെയാണ് ചിലവ്. റോബോട്ടിക് ആന ഒരു കൗതുകമല്ലേ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് മൂവ് ചെയ്ത് കാണാനായിട്ടുള്ളൊരു കൗതുകം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു ആന മൂവ് ചെയ്ത് നോക്കിയത്. ചില ആളുകൾക്ക് ശരിക്കും ഒറിജിനൽ ആനനെ കൊണ്ടുപോകുന്ന താല്പര്യം കുറവായിരിക്കും, അവർക്ക് റിച്വൽസ് നടത്തിയാൽ മതി. അപ്പോൾ ഇതുപോലുള്ള റെപ്ലിക്കാസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ആനമേക്കറിൻ്റെ റോബോട്ടിക് ആനകൾ ശരിക്കും പറഞ്ഞാൽ എസ്തെറ്റിക്കലി ശരിക്കും ആനകളുടെ പോലെ തന്നെ രൂപമുള്ളതാണ്. അവരുടെ ഇഷ്ടപ്പെട്ട ആനകളുടെ രൂപത്തിൽ തന്നെയാണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, തമിഴ്നാട്, കർണാടക അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ആനകളുടെ എണ്ണത്തിൽ ക്രമാതീതമായിട്ട് വളരെ എന്താ പറയുക അതൊരു കുറച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് വളരെ എനിക്ക് തോന്നുന്നൊരു 400 അല്ലെങ്കിൽ ഒരു 300ൻ്റെ അടുത്ത് ക്യാപ്റ്റീവ് ആനകൾ കേരളത്തിലുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് പ്രിസർവ് ചെയ്യണം. അപ്പോൾ അതിന് റെസ്റ്റ് കൊടുക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അതിന് പീഡനങ്ങൾ ഒഴിവാക്കാവുന്ന തരത്തിലേക്ക് ഇതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് അതിനെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കലയും ശാസ്ത്രവും വളരെയധികം യോജിച്ച് പ്രവർത്തിക്കേണ്ട മേഖലയാണ് ആന നിർമ്മാണം. നല്ല ഹോംവർക്കും ഇതിനാവശ്യമാണ്. ഓരോ ശില്പം ചെയ്യുമ്പോഴും ഓരോ ആനകളുടെയും ഘടന കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അതായത് ആനകൾക്ക് അതിൻ്റെ റീജിയണലി അതിന് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 3 തരത്തിൽ ആനകൾ കാണപ്പെടുന്നു. കാരണം വെച്ചാൽ 3 തരത്തിൽ വ്യത്യാസങ്ങൾ അറിയണം. നമ്മുടെ ഇവിടുത്തെ നാടൻ ആന എന്ന് പറയുന്ന സഖ്യൻ്റെ പുത്രന്മാർ, പിന്നെ ബീഹാർ ആനകൾക്ക് തുമ്പിക്കൈ നീട്ടം കുറവായിരിക്കും. അവരിങ്ങനെ പുല്ലൊക്കെ എപ്പോഴും തിന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ തുമ്പിക്കൈ അധികം അവർക്ക് ലെങ്ത്ത് കുറവാണ്. പിന്നെ കുറച്ചുകൂടി മെലിഞ്ഞ രീതിയിലുള്ള ശരീരമായിരിക്കും ബീഹാർ ആനകൾ. പിന്നെ ആസാം ആനകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരം തടിച്ചുരുണ്ടതായിരിക്കും. പിന്നെ അതിൻ്റെ പെരുമുഖ, അതായത് തലയ്ക്ക് ഷേപ്പിന് ഭയങ്കരമായിട്ട് പ്രകടമായിട്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള കർണാടക ആനയ്ക്ക് വേറെ തരത്തിലുള്ള ഒരു മോർഫോളജിയും എസ്തെറ്റിക്സുമാണ്. പിന്നെ ചില ആനകൾ ശ്രീലങ്കയിൽ നിന്ന് വന്ന ആനകളുണ്ട്. പിന്നെ ആഫ്രിക്കൻ ആന എൻ്റയർലി ഡിഫറെൻ്റ് ആണ് ശരിക്കും ഇതിൽ നിന്ന്. കടൽ കടന്നും സൂരജിന്റെ ആനകൾ യാത്ര ചെയ്തിട്ടുണ്ട്. ദുബായ് പൂരമാണ് പ്രധാനപ്പെട്ട ഒരിടം. നമുക്ക് വിദേശത്തേക്ക് ചെയ്തേക്കണതിൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വർക്ക് എന്ന് വെച്ചാൽ ദുബായ് പൂരത്തിന് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ആനമേക്കറിൻ്റെ റോബോട്ടിക് ആനയാണ് തിടമ്പെടുത്തിട്ട് നടുക്ക് നിൽക്കുന്നത്. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ റെപ്ലിക്കയാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു സ്കോപ്പ് ഉണ്ട് ഇതിന് ആക്ച്വലി, പക്ഷേ നമ്മൾ അപ്ഡേഷൻ ചെയ്താൽ മാത്രം ആ സ്കോപ്പ് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കേരളത്തിൽ കൊമ്പന്മാരാണ് എപ്പോഴും താരങ്ങൾ. എന്തായാലും പറവൂരിൽ നിന്നുള്ള ആനക്കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
ഗായകൻ കൂടിയായ സൂരജും കുടുംബവും കൂട്ടുകാരും പുതിയ പുതിയ രീതികളിൽ ആനകളെ രംഗത്തിറക്കുകയാണ്. അടുക്കളയിലെ അവിഭാജ്യ ഘടകമായ കത്തിക്ക് കേരളത്തിൽ നിന്ന് ഒരു സ്വന്തം ബ്രാൻഡുണ്ട്, രാമചന്ദ്രൻ കത്തികൾ. പാലക്കാട് പല്ലശ്ശനയാണ് രാമചന്ദ്രൻ കത്തികളുടെ സ്വദേശം. നിത്യജീവിതത്തിലെ ആയുധമായ കത്തികളുടെ വിശേഷം കാണാം ഇനി നമ്മുടെ സെൻട്രൽ മാഗസിനിൽ. അടുക്കളയിലെ പോരാട്ട വീര്യത്തിന് മൂർച്ച പകർന്നാണ് രാമചന്ദ്രൻ കത്തികൾ ഉപയോഗിച്ചവരുടെ മനസ്സ് കീഴടക്കിയത്. പരമ്പരാഗതമായി കൈപ്പിടിയിലൊതുക്കിയ നിർമ്മാണ വൈദഗ്ധ്യത്തെ കുടിൽ വ്യവസായമായി തുടങ്ങുകയായിരുന്നു പാലക്കാട് പല്ലശ്ശനയിലെ രാമചന്ദ്രൻ. ഞാൻ വളരെ ചെറുപ്പകാലം മുതലാണ് അതിൻ്റെ പണിയായിട്ടുള്ള ബന്ധം. അത് ഞങ്ങളുടെ അച്ഛൻ മുത്തച്ഛന്മാരായിട്ട് ചെയ്തു വരുന്ന ഒരു പാരമ്പര്യ കുലത്തൊഴിൽ എന്ന് പറയാം. അപ്പോൾ അതിലൂടെ ഞങ്ങൾ പിന്തുടർന്ന് ഒന്ന് ഉപജീവനമാർഗം കണ്ടെത്തിയത്. അച്ഛൻ ഞങ്ങൾക്ക് തന്നു. എനിക്ക് തന്നെ ഒരു 45 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലുണ്ട്. നമ്മുടെ ചേട്ടന് വേണ്ടി ഒരു 55-60 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലുണ്ട്. ചെയ്യുന്ന പണി ആത്മാർത്ഥമായി ചെയ്ത് ജനങ്ങൾക്ക് നല്ല സാധനം കൊടുത്തിട്ട് ചിരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഈ ഇത്രയും ചെറിയ പേര് കിട്ടിയത്. വെറുമൊരു ഇരുമ്പ് കഷ്ണത്തിലേക്ക് ഉരുക്കിന്റെ ഉറപ്പുള്ള ഗുണമേന്മ കൂടി ചേർന്നപ്പോൾ രാമചന്ദ്രൻ കത്തികൾ ഒരു നാടൻ ബ്രാൻഡായി മാറുന്നു. ചെറിയ വിലയ്ക്കുള്ള കത്തികൾ എന്ന് വെച്ചാൽ വാളിൻ്റേതാണ്. ഈ അറക്കവാളിന് നമ്മുടെ മരം അറക്കണം വാളിൻ്റേതാണ്. ചെറിയ വിലയാണ്. അതിനുശേഷം നമ്മൾ ഈ കറിക്കത്തിയും മറ്റുള്ളതൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത് വണ്ടിയുടെ ഓട്ടോ ലേപ്പിലാണ്. അത് കാച്ചടിച്ച് ഉണ്ടാക്കി അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ ശേഷം ഓയിൽ ടെമ്പറിങ് ചെയ്തിട്ടാണ്. ഇത് കൂടാതെ ഞങ്ങളുടെ വെറൈറ്റി ഐറ്റം എന്ന് പറയുന്നത് അരത്തിലുണ്ടാക്കുന്ന കത്തി, അതായത് ഈ രാകാനും മറ്റുള്ള കത്തി മുറിച്ചാക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരം കൊണ്ട് അതിൻ്റെ തല്ലിപ്പണത് അതിന് ശേഷം അതിൻ്റെ പാകപ്പെടുത്തിയെടുത്ത് അത് ഓയിൽ ടെമ്പർ ചെയ്ത് അരത്തിൻ്റെ അത് കുറേ കാലം ഈട് നിൽക്കുന്ന ഒരു ഐറ്റം കൂടി തന്നെയാണ്. നല്ലൊരു കത്തി നിർമ്മിക്കണമെങ്കിൽ അതിന് ഏറ്റവും മികച്ച അസംസ്കൃത വസ്തു വേണം. പഴക്കം ചെന്ന വാഹനങ്ങളുടെ ലീഫുകൾ ഇതിനായി ഉപയോഗിക്കുന്നത് കൊണ്ട് കത്തികളുടെ ഈടും കരുത്തും കൂടുന്നു. മെറ്റീരിയൽ അരം, ലീഫ്, ബ്ലേഡ് പറയുമ്പോൾ വാൾ, നമ്മൾ സാമിലൊക്കെ അറക്കുന്ന വാളിൻ്റെ പീസാണ് ഒരു ഐറ്റം കത്തിക്കുണ്ടാകും. അത് വളരെ കനം കുറഞ്ഞായിരിക്കും ഈ പച്ചക്കറിയൊക്കെ മുറിക്കാൻ പറ്റുന്ന ആ കത്തി. പിന്നെ വന്നിട്ട് ലീഫിൻ്റെ ഉരുക്കിൻ്റെ പീസ് കട്ട് പീസുകളൊക്കെ നമുക്ക് കിട്ടും. ഈ റോൾ തകട് കിട്ടും. അത് ഫുൾ ടെമ്പറിലാണ്. അത് കാച്ചിയടിക്കണം. തീയിൽ കാച്ചിയടിച്ച് അതൊരു കത്തി നമുക്ക് പച്ചക്കറി, മീൻ, ഇറച്ചിയൊക്കെ മുറിക്കാൻ പറ്റുന്ന ആ സൈസ്. പിന്നെ അടുത്ത അരമാണ്, ഫയലാണ്. നമ്മൾ കത്തികൾ ഷാർപ്പായി ഉപയോഗിക്കുന്ന അരം കൊണ്ടിട്ട് ആ മെറ്റീരിയൽ കാച്ചി അടിച്ചിട്ട് അത് നല്ല ഒരുപാട് കാലം ഉപയോഗിക്കും. ഒരു കത്തിയൊക്കെ വാങ്ങിച്ചാൽ 10-15 കൊല്ലമൊക്കെ ഉപയോഗിക്കാം. ഇരുമ്പ് മുറിച്ചാൽ പോലും മൂർച്ച പോകാത്ത തരത്തിലുള്ള അത്ഭുതകരമായ കരുത്താണ് രാമചന്ദ്രൻ കത്തികളുടെ പ്രധാന സവിശേഷതയായി പറയപ്പെടുന്നത്. ഉരുക്ക് വളരെ കൃത്യമായ ചൂടിലും തണുപ്പിലും കടന്നുപോയി രൂപപ്പെടുത്തിയാൽ മാത്രമേ അതിൽ നല്ല മൂർച്ചയും ദീർഘായുസുമുള്ള കത്തികൾ ലഭിക്കുകയുള്ളൂ. അത് പരമ്പരാഗത രീതിയിൽ തന്നെ ഇവിടെയുള്ളവർ ചെയ്യുന്നു. ഫാക്ടറികളിലെ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കത്തികളല്ലിവ. പല്ലശ്ശനയിലെ പരിചയസമ്പന്നരായ തൊഴിലാളികൾ തീച്ചുളയിൽ തല്ലിപ്പഴിപ്പിച്ച് കാച്ചി പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിക്കുന്നവയാണ്. പക്ഷേ ഓരോരുത്തരും ഓരോ പണി ചെയ്യുള്ളൂ. ഇയാൾ തല്ലുകയാണെങ്കിൽ അയാൾ തല്ല് മാത്രമേ ചെയ്യുള്ളൂ. കാരണം അയാൾ വേറെ പണി കൊടുത്ത് ചെയ്യും. പക്ഷേ അത് ആ സ്പീഡ് കിട്ടില്ല. ഈ തല്ലുന്ന സ്പീഡ് അതിന് കിട്ടില്ല. ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്ക് ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു പണി മാത്രം. അത് കഴിഞ്ഞാൽ വേറെ ചെയ്യുമ്പോൾ ചെയ്യും. ആദ്യകാലങ്ങളിൽ എക്സിബിഷനുകളിൽ മാത്രമായിരുന്നു കത്തിയുടെ വിപണനം നടന്നിരുന്നത്. എന്നാൽ കോവിഡ് എത്തിയതോടെ രാമചന്ദ്രൻ കത്തികൾ ഓൺലൈനിലേക്ക് മാറി. ഇപ്പോൾ കത്തികൾ പാഴ്സലായി രാജ്യത്തുടനീളം ലഭിക്കും. കൊറോണയുടെ സമയത്ത് ഞങ്ങളുടെ IRDP മറ്റേ എക്സിബിഷൻ നിന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഓൺലൈനായിട്ടുള്ള സംവിധാനം തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിൽ മുഴുവനും അയച്ചു കൊടുക്കാറുണ്ട്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞങ്ങൾ കൊറിയറായിട്ടും പാർസൽ സർവീസ് അയക്കാറുണ്ട്. വിദേശത്തേക്ക് ബന്ധുക്കൾ വഴിയും ധാരാളം പ്രവാസികൾ ഇപ്പോൾ രാമചന്ദ്രൻ കത്തികൾ വാങ്ങുന്നുണ്ട്. മാളുകളിലും ആമസോണിലും ഈ കത്തികൾ ലഭ്യമാണ്. ഹോൾസെയിൽ കൊടുക്കേണ്ട അത്യാവശ്യം ഈ മറ്റേ നമ്മുടെ ലുലു മാള് മറ്റുള്ള ഇങ്ങനെയുള്ള പിന്നെ ഓൺലൈനിൽ ഏജൻസികൾക്ക് കുറേ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ആമസോൺ ഫ്ലിപ്കാർട്ടിലേക്ക്
ഏജൻസികൾ കൊടുക്കണം. ഞങ്ങൾ നേരിട്ടില്ല, കാരണം നമ്മൾക്ക് നേരിട്ട് അത്രയ്ക്ക് താങ്ങില്ല, കാരണം പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്തിരി വൈകും. അപ്പോൾ നമുക്കിവിടെ കാര്യങ്ങൾ നടന്നു പോകാൻ വളരെ കഷ്ടത്തിലാണ്. കത്തിയുടെ ഗുണമേന്മ നാട്ടിലും മറുനാട്ടിലും ഒക്കെ ശ്രദ്ധ നേടാൻ തുടങ്ങിയതോടെ അത് ബ്രാൻഡ് എന്ന നിലയിൽ വിശ്വാസമായി മാറിയതോടെ രാമേന്ദ്രനും സഹോദരങ്ങൾക്കും സന്തോഷവും അഭിമാനവുമായി. അത് കട്ട് ചെയ്ത് അത് നമ്മൾ കട്ടിൽ കട്ട് ചെയ്ത് അത് പിന്നെ അടുത്ത പ്രോസസ്സിങ്ങായിട്ട് നമുക്ക് തീയിൽ കാച്ചി അടിക്കണം. കാച്ചി അടിച്ച് അത് പിന്നീട് കാച്ചിയടിച്ച് കത്തി ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്യാൻ കൊടുത്ത് അത് ഡ്രില്ലിങ് ചെയ്ത് അതിന് വേറെ പിടി ഉണ്ടാക്കാൻ വേറെ സെക്ഷൻ ഉണ്ട്. ആ പിടി ഉണ്ടാക്കി കഴിഞ്ഞ് ആ പിടിയും കത്തിയും കൂടി തുളച്ച് അത് ആണിയിട്ട് തറച്ച് പിന്നെ ആ പിടി കടഞ്ഞ് എന്നിട്ട് പിന്നെ അതിൽ ചില പിച്ചള തലപ്പിൽ വന്നിട്ട് പിച്ചള കെട്ട് വരും. ആ പിച്ചള കെട്ടൊക്കെ വെച്ച് ലാസ്റ്റാണ് ഫിനിഷിങ് ചെയ്യുന്നത്. ശരാശരി 2.5 മണിക്കൂർ എടുക്കും ഒരു സാധാരണ കത്തി പണിതെടുക്കാൻ. അതിനിടയിൽ അത് 15ഓളം വ്യക്തികളുടെ കൈകളിലൂടെ കടന്നുപോകും. അത് ഒരു കത്തി ഉണ്ടാക്കുന്ന ഒരു 15 ആളുടെ കൈ മാറി പോയാലേ ഒരു കത്തിയായിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അത്രയും പ്രോസസ്സിങ്ങും മറ്റുള്ള ഉണ്ട്. വർഷങ്ങളോളം ഉപയോഗിച്ചാലും മൂർച്ച കുറയില്ല എന്നതും സാധാരണ അടുക്കള കത്തി മുതൽ ഇരുമ്പ് വരെ മുറിക്കാൻ ശേഷിയുള്ള പ്രത്യേകതരം കത്തികൾ ഇവിടെ നിർമ്മിക്കുന്നു എന്നതും കത്തിപ്രേമികളെ പാലക്കാട് എത്തിക്കുന്നു. ഏറ്റവും ചെറിയൊരു 100 രൂപയുടെ കത്തി അയാൾ വന്ന് കൊണ്ടുപോയതാണ്. പക്ഷേ അത് തിരിച്ചു എന്നെ കൂടെ കാണിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവർ എപ്പോഴാണ് നിങ്ങൾ വാങ്ങിച്ച് സാറേ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് 17 വർഷം കഴിഞ്ഞെന്നാണ്. അപ്പോൾ ഈ ഒരു 100 രൂപയുടെ കത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ 17 വർഷം ഉപയോഗിക്കാം. ഞാൻ നോക്കുമ്പോൾ ഇനിയൊരു 10-15 വർഷം കൂടെ അതിൽ ഉപയോഗിക്കേണ്ട കാര്യം അതിലുണ്ട്. നല്ല ബലമുള്ള തടികൾ ഉപയോഗിച്ചാണ് കത്തിയുടെ പിടികൾ നിർമ്മിക്കുന്നത്. ഇത് കൈകളിൽ മികച്ച ഗ്രിപ്പ് നൽകുന്നു. ബഡോക്ക് വേണ്ടിയുള്ള ഒരു മരം കൊണ്ടാണ് നമ്മൾ കത്തികൾ മിക്കവാറും പിടി ഉണ്ടാക്കുന്നത്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള കത്തികൾക്കൊക്കെ ഞങ്ങൾ റോസ് വുഡ് കൊണ്ട് ഉണ്ടാക്കും. അതാണ് ഈ പിടിക്കാറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ മാത്രമല്ല അതിന് പിച്ചള അങ്ങനത്തുള്ള ആണി മറ്റുള്ള ഒരുപാട് സാധനങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് വാങ്ങണം. എന്നാലും ഒരു കത്തി ചെയ്യാൻ അത്രയും സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി കത്തികൾ, മാംസവും മത്സ്യവും വെട്ടുന്ന ചോപ്പറുകൾ, ജപ്പാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യത്യസ്ത കത്തികൾ, ഇങ്ങനെ തുടങ്ങി 200-ലധികം വൈവിധ്യമാർന്ന ഡിസൈനുകളിലെ കത്തികൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. വിദേശ മോഡലുകൾ, ജപ്പാനീസ് മോഡൽ, സെർബിയൻ മോഡൽ, തുർക്കി മോഡൽ, അങ്ങനെയുള്ള പിന്നെ ഈ ബഡ്ഡിങ് നൈഫ്, പിന്നെ അതുകൂടാതെ നമുക്ക് ഈ പച്ചക്കറി, ഇറച്ചി, മീൻ, മറ്റുള്ള അങ്ങനെ മാംസം എല്ലാം മുറിക്കാനും വെട്ടാനും ഉള്ള രീതിയിലുള്ള വലിയ ലീഫിൻ്റെ കത്തികൾ മരത്തിലും ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കി കൊടുക്കുക. അവർ പറയുന്ന ഐറ്റങ്ങൾ ആ മോഡൽ കത്തി വേണമെങ്കിൽ അതേപോലെ ചെയ്ത് കൊടുക്കുക. അവർ മോഡൽ അയച്ചു തരുമെങ്കിൽ അതേപോലെ ഉണ്ടാക്കും. അല്ല ഞങ്ങൾ തന്നെ ഒരു 200-250 കത്തികളുടെ മോഡൽ ഞങ്ങൾക്ക് കൂടെ ഉണ്ട്. കേരളം പോലുള്ള ഒരു സ്ഥലത്ത് കുടിൽ വ്യവസായം വഴി ഒരു ബ്രാൻഡ് രൂപമെടുക്കുന്നത് പ്രാദേശികമായ ഉണർവ് പകരും. ഇരുമ്പിൻ്റെയും ഉരുക്കിൻ്റെയും ലോകത്തേക്ക് കടന്നു വരാൻ ചെറുപ്പക്കാർക്ക് വൈമുഖ്യമുണ്ടെങ്കിലും ഭാവിയിലും രാമേന്ദ്രൻ കത്തികൾക്ക് മൂർച്ച കുറയാതെ കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് രാമചന്ദ്രനും കൂട്ടർക്കുമുള്ളത്. കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഇതൊന്നും ഉണ്ടാവാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ എന്നും വളർന്നു വരുന്ന കുട്ടികളൊന്നും ഈ ഫീൽഡിലേക്ക് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, കുറച്ചുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹവും ഉണ്ട്. എല്ലാവരും നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം സഹകരിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.